ജയേഷ് ജോർജ് KC പ്രസിഡന്റ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയേഷ് ജോർജ്, ഇപ്പോൾ വിഷൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ടീമിൽ ഓരോരുത്തരും എങ്ങനെയാണ് നിർണായകമാകുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇപ്പം കേരളത്തിൽ നിന്ന് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഏറ്റവും വലിയ താരമാണ് സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ നിർഭാഗ്യവശാൽ ഈ ടീമിൽ കളിച്ചില്ല. പക്ഷേ സച്ചിൻ ബേബി എന്ന ക്യാപ്റ്റൻ, അതുപോലെ തന്നെ ജലജ് സക്സേന, സർവാദെ, പിന്നെ അമേക് ഖുറേസിയ എന്ന പുതിയ കോച്ച്. ഇപ്പോൾ സച്ചിനാണെങ്കിലും ഈ പുറത്തു വന്ന ജലജ് സക്സേന 148 മത്സരങ്ങളിൽ നിന്നായി 478 വിക്കറ്റുകൾ നേടിയ ഒരു താരം. ഒരിക്കൽ പോലും ഒരു ഇന്ത്യൻ മത്സരം, രാജ്യാന്തര മത്സരം കളിക്കാൻ കഴിയാത്ത ഒരാൾ. അതുപോലെ തന്നെ അമേക് ഖുറേസിയ എന്ന വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റർ, മധ്യപ്രദേശിൽ നിന്നുള്ള, പക്ഷേ ഇന്ത്യൻ ടീമിൽ അധികം കളിക്കാൻ പറ്റിയില്ല. അങ്ങനെ അധികം ആഘോഷിക്കപ്പെടാതെ പോയ കുറെ പേർ ചേർന്ന് നേടിയ ഏറ്റവും നല്ല ഒരു ടീം വിജയം എന്ന് താങ്കൾക്ക് ഇതിനെ വിലയിരുത്താൻ കഴിയുമോ? ശ്രീ ജയേഷ് ജോർജ്, താങ്കൾക്ക് കേൾക്കാമോ? ഇടയ്ക്ക് ഇതായി പോയി, എനിക്കോട് ബ്രേക്ക് ആയി പോയി, ഞാൻ ചോദ്യം കേട്ടില്ല. അല്ല, ഈ ഒരു കുറച്ച്, അതായത് ജലജ് സക്സേന, അമേക് ഖുറേസിയ എന്ന പുതിയ കോച്ച്, അതുപോലെ സച്ചിൻ ബേബി എന്ന ക്യാപ്റ്റൻ, അതിനകത്ത് വളരെ ടാലന്റഡ് ആയിട്ടുള്ള മുഹമ്മദ് അസ്റുദ്ദീനെ പോലുള്ള ബാറ്റർമാർ, ഇവരെല്ലാം ചേർന്ന് നേടിയ ഒരു മികച്ച ടീം വിജയം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എന്നാലും ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ കേരളം എത്തിയിരിക്കുന്നു. അതിനെ KCA പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. നമ്മളുടെ ഒരു ഡ്രീമാണല്ലോ, ഏതൊരു അസോസിയേഷന്റെയും അല്ലെങ്കിൽ ഒരു പ്ലെയറുടെയും ഡ്രീമാണ് രഞ്ജി ട്രോഫി കപ്പെടുക്കുക അല്ലെങ്കിൽ ഒരു ഫൈനലിൽ എത്തുക എന്നുള്ള രീതി. നമുക്കറിയാം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വളരെ, നമുക്ക് ഈ വർഷം നമ്മളുടെ ഈ ഒരു പൂള് വന്നപ്പോൾ തന്നെ നമ്മളെ ഏറ്റവും ടഫസ്റ്റ് പൂളായിരുന്നു നമ്മളുടെ. അതായത് നമ്മൾ കളിച്ചത് നമുക്കറിയാം, പഞ്ചാബ്, ഹരിയാന, ബംഗാൾ, മധ്യപ്രദേശ്, UP, അങ്ങനെ എല്ലാ രഞ്ജി ട്രോഫി പല പ്രാവശ്യം ചാമ്പ്യൻസ് ആയ ടീമിന്റെ അഗൻസ്റ്റാണ് നമ്മൾ കളിച്ചിവിടെ എത്തിയത്. പിന്നെ ക്വാർട്ടർ ഫൈനലിൽ ഒരു റണ്ണിനൊരു വിജയം. ഇന്ന് വരെ വളരെ അവസാന നിമിഷം വരെ, 5ാമത്തെ ദിവസം ഈ ഒരു സമയം വരെ നമ്മളെല്ലാവരെയും മുൻമുലയിൽ നിർത്തിക്കൊണ്ടിട്ടുള്ള ഒരു മാച്ചായിരുന്നു. പ്ലേയേഴ്സിന്റെ ഒരു കോൺഫിഡൻസ്, കാര്യം അവസാനം വരെ അവർ ഫൈറ്റ് ചെയ്തു. ഒരു നിമിഷത്തിലും അവരുടെ പ്രതീക്ഷ കൈവിടാതെ, എനിക്ക് തോന്നുന്നു 20 ഓവർ ബോൾ ചെയ്ത് 22-23 റണ്ണാണ് കൊടുത്തത്. ലാസ്റ്റ് വിക്കറ്റ് വരെ അവർ ഫൈറ്റ് ചെയ്ത് നേടിയ ഒരു വിജയമാണ്. എന്തായാലും ടീം മാനേജ്മെന്റും പ്ലെയറും ക്യാപ്റ്റനും എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു. എന്തായാലും വളരെയധികം എനിക്ക് തോന്നുന്നു ഒരു കടമ്പ കൂടി പറഞ്ഞാൽ, സാങ്കേതികമായി പറഞ്ഞാൽ, കാരണം ഇനി ഒരു കടമ്പ കൂടി ഉള്ളൂ നമുക്ക്. ഏതായാലും ഫൈനലിൽ എത്തുക എന്ന് തന്നെ ഒരു വലിയൊരു അറിയാലോ, നമ്മൾ കേരള ക്രിക്കറ്റ് ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ ഒരു സെമി ഫൈനലിൽ ഇതിനു മുമ്പ് എത്തിയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് നമ്മൾ ഫൈനലിൽ എത്തുന്നത്. ഇനി ബാക്കിയുണ്ട്, ക്രിക്കറ്റാണ്. പക്ഷെ എപ്പോഴും നമ്മളൊരു 1 റൺ ലീഡിൽ നമ്മൾ ഈ ഒരു മാച്ചും നമ്മൾ ക്വാളിഫൈ ചെയ്തെന്ന് തന്നെ പറയാം ഫൈനലിലേക്ക്. ഏതായാലും ഒരു ടീം, അതായത് നമ്മൾ ഒരു ടീം മാനേജ്മെന്റ് തീർച്ചയായിട്ടും 2 യങ്സ്റ്റേഴ്സിന് ഈ മാച്ചിന്, നമ്മൾ സെമി ഫൈനൽ മാച്ച്, ഇമ്പോർട്ടന്റ് മാച്ച്, 2 യങ്സ്റ്റേഴ്സിനെ നമ്മൾ ഈ ഡെബ്യൂ കൊടുത്തു. ഇമ്രാനും താഴെ വന്ന് നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു. അതും എല്ലാവരും ബൗളിംഗ് യൂണിറ്റും ബാറ്റിംഗ് ഫീൽഡിംഗ് എല്ലാം മികച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ, എനിക്കിപ്പോൾ സൽമാനെ നമ്മൾ കാണുന്നു, TV കൊണ്ടുവന്നു. അതും കുറച്ച് ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ് എന്ന് പറയുന്നത്, കുറച്ച് ലക്കും അവർക്കും ഉണ്ടായിരുന്നു, നമുക്കും ഉണ്ടായിരുന്നു. ഏതായാലും അവസാനം നമ്മുടെ കയ്യിൽ തന്നെ നിന്നു. ഏതായാലും വളരെ സന്തോഷമുണ്ട്.